മിസ്സിന് എക്സസൈസ് ചെയ്തില്ല, മിസ്സിന് ഭയങ്കര വേദന, ബോഡിയൊക്കെ ഭയങ്കര പെയിൻ എടുക്കുന്നു. യെസ്, ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. അപ്പൊ മിസ്സിന് ഭയങ്കര സ്ട്രെച്ച് ചെയ്തിട്ടൊക്കെയാണ് നടക്കുന്നല്ലേ. എന്ത് പറ്റി മിസ്സിന്? നിങ്ങൾ ഇന്ന് മിസ്സിന് വയ്യേന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ നോക്കിക്കോ, ഇന്ന് മിസ് വന്നിട്ടുള്ളത് വെറുതെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനെ പറ്റിയിട്ട്? സോഴ്സസ് ഓഫ് എനർജി അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തത്. അപ്പൊ എന്തിനാണ് അത് ചെയ്തത്? അല്ലെങ്കിൽ മിസ്സിന് ചാടണം, ഓടണം, ഡാൻസ് കളിക്കണം, ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററായിട്ട് എന്താണ് അതിന് ബന്ധം നമുക്ക് അറിയണം അല്ലേ? സോ നമുക്ക് നോക്കാം എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യെസ്, മിസ് പറഞ്ഞ പോലെ തന്നെ മിസ് ഇതാ ചാടുകയാണേ. ശ്രദ്ധ ചാടാൻ വയ്യ. ഇതാ കുട്ടി ചാടുന്ന പോലെ മിസ് ചാടുകയെന്ന് വിചാരിച്ചോ? കുട്ടി ഓടുന്ന പോലെ മിസ് ഓടാണെന്ന് വിചാരിച്ചോ? മിസ്സിന് എക്സസൈസ് ചെയ്യണം, സ്ട്രെച്ച് ചെയ്യണം, എല്ലാ കാര്യങ്ങളും മിസ്സിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ മിസ്സിന് എന്ത് വേണം മക്കളെ? മിസ്സിന് എനർജി വേണം അല്ലേ? അല്ലാണ്ട് മിസ് ക്ലാസ് എടുത്ത് എങ്ങനെ ഇരിക്കും? ഹലോ മക്കളെ, ഏതാ വ്യത്യാസം? രണ്ടാമത് പറഞ്ഞ നല്ല എനർജറ്റിക് ആയിട്ട് പറഞ്ഞു, ഒന്നാമത്തെ മിസ്സിന് ഒരു എനർജി ഇല്ലാണ്ട് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താ അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മൾ ഓടണമെങ്കിലും ചാടണമെങ്കിലും എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും, എന്ത് പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം? ഊർജം വേണം, എനർജി വേണമെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. ദ അബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. പ്രവൃത്തി ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയാ? ഊർജം എന്ന് പറയാം. നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കുക എന്നുള്ളത് നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് നല്ല എനർജി ഉണ്ടെങ്കിലേ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അപ്പൊ തന്നെ ഉറക്കം തൂങ്ങും അല്ലേ. എന്ത് ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി വേണം അല്ലെ. ഊർജ്ജത്തെ നമുക്ക് കാണാൻ കഴിയുമോ? ഇപ്പൊ മിസ് എടുക്കുന്ന ആ എനർജി നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഇല്ല, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല. വി കാനോട്ട് സീ ദ എനർജി, ഇറ്റ് ഈസ് മാനിഫെസ്റ്റഡ് ത്രൂ ദ ഡിഫറെന്റ് ആക്ഷൻ. ഇത് വിവിധ പ്രക്രിയകളിലൂടെ അല്ലെങ്കിൽ വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് നമുക്ക് പ്രകടമാവുക ചെയ്യാം. അപ്പൊ മിസ്സിന് എനർജി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മിസ്സിന്റെ ക്ലാസ് എടുക്കും എന്റെ മക്കൾക്ക് അറിയാം ഇല്ലേ. മിസ് വയ്യാണ്ട് ഒരു ദിവസം ക്ലാസ് എടുക്കുമ്പോഴും നിങ്ങൾക്കറിയാം മിസ് എനർജി ഭയങ്കര കുറവാണെന്ന് എന്റെ മക്കൾ പറയൂ അല്ലെ. അപ്പൊ ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ ഫോംസ് ഓഫ് എനർജി ദാറ്റ് വി ക്യാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹീറ്റും ലൈറ്റും കാര്യങ്ങളൊക്കെ. ബാക്കി നമുക്ക് കാണാൻ പറ്റില്ല, ബട്ട് നമുക്ക് അറിയാം അല്ലെ. എനർജി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്ഷൻസിലൂടെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ആക്ഷൻ കൂട്ടാനുള്ളൊരു പരിപാടിയാണ് നമ്മുടെ ഫുഡ് അല്ലെ. ഫുഡീസ് ആണ് നിങ്ങൾ എല്ലാവരും എനിക്കറിയാം. അപ്പൊ മിസ്സിന്റെ ഫേവറേറ്റ് ഫുഡാണ് മിസ്സോട് വെച്ചിട്ടുള്ളത്. ഇതൊന്നല്ല, ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടല്ലോ അല്ലെ. അപ്പൊ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചോ അല്ലേ. നമ്മൾ ഏത് ടൈപ്പ് ഫുഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യണം, അല്ലാണ്ട് പരിപാടി നടക്കൂലോ. അപ്പൊ കുക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഈ സ്റ്റൗവിലും അല്ലെങ്കിൽ എന്തിലും ഉണ്ടാക്കുന്നത്, ഇപ്പൊ നമ്മുടെ വിറകടുപ്പിലോ മണ്ണെണ്ണടുപ്പിലോ എന്തിലോ ഉണ്ടാക്കിക്കോ, ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നല്ല ചൂട് ഫീൽ ചെയ്യും അല്ലേ. അപ്പൊ അമ്മ കഷ്ടപ്പെട്ട് മാഗി ഉണ്ടാക്കി നിങ്ങൾക്ക് തരാന്ന് വിചാരിച്ചോ, ആ സ്റ്റവിന്റെ അടുത്ത് നിങ്ങൾ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അമ്മ ചൂട് നിങ്ങൾ പറയും ഇല്ലേ. അതേപോലെ ഇപ്പൊ നമ്മളൊരു വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചോ. വിറകടുപ്പാണെങ്കിൽ നമ്മൾ വിറക് വെക്കണം അല്ലെ. ഇന്ധനമായിട്ട് എന്താ കൊടുക്കുക? വിറക് കൊടുക്കണം. വിറക് കൊടുക്കുന്ന സമയത്തും ചൂടാക്കി കഴിഞ്ഞാൽ നല്ല ചൂടാ, നമുക്ക് അതിന്റെ അടുത്ത് പോയി നിൽക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു സാധനം കത്തിക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു മണ്ണെണ്ണ സ്റ്റവ് ആണ് വിചാരിച്ചോ. മണ്ണെണ്ണ സ്റ്റൗവിൽ എന്താ മക്കളെ? മണ്ണെണ്ണയാണ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്, ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഇവർക്ക് വേണ്ട ഫ്യൂവൽസ് വരെ കൊടുക്കുന്നുണ്ട്, പക്ഷെ കൊടുക്കുന്നതിനനുസരിച്ച് അത് കത്തുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? താപം കിട്ടുന്നുണ്ട്, ഹീറ്റും വരുന്നുണ്ട് അല്ലെ. ഒരു ഗ്യാസ് സ്റ്റവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ LPG, നമ്മുടെ ഇതില്ലേ ഗ്യാസ് സിലിണ്ടർ ഇല്ലേ, എപ്പോഴും സിലിണ്ടർ കഴിഞ്ഞ് അമ്മ പറയില്ലേ, ഇതാ വിളിച്ച് പറ സിലിണ്ടറിന്റെ കഴിഞ്ഞിട്ടുണ്ട്, വേഗം ഗ്യാസ് ഏജൻസിയിൽ വിളിച്ചോ നമ്മൾ വിളിക്കൂലേ, അതേ സംഭവം അല്ലേ. നമ്മുടെ LPG എന്ന് പറയും, അഥവാ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഗ്യാസ്, നമ്മൾ കുക്ക് ചെയ്യുന്ന ഗ്യാസ്, കുക്കിംഗ് ഗ്യാസ് അല്ലെ. അപ്പൊ അങ്ങനെ വിറകടുപ്പും മണ്ണെണ്ണ സ്റ്റവും ഗ്യാസ് സ്റ്റവും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അല്ലെ. നമ്മൾ ഏതും കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഗ്യാസ് സ്റ്റവ് ആയിരിക്കും, ഇപ്പൊ ഒക്കെ ഗ്യാസ് ആയിരിക്കും. പണ്ട് ദിവസം വീട്ടിൽ വിറകടുപ്പൊക്കെ അമ്മ ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ പിന്നെ സമയലാഭം വെച്ച് നോക്കുമ്പോൾ അവര് ഗ്യാസിലോട്ട് മാറി. അപ്പൊ ഓരോരുത്തരും ഓരോന്ന് അതുണ്ടോ ഉപയോഗിക്കുന്ന സാധനം പറയുമ്പോൾ സിമ്പിൾ ആണ്. ഫയർവുഡ് സ്റ്റൗവിലാണെങ്കിൽ വുഡാണ്, കെറോസിൻ സ്റ്റൗവിലാണെങ്കിൽ കെറോസിനാണ്, ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്ന മിസ് പറഞ്ഞു അല്ലെ. അപ്പൊ കത്തുന്ന സമയത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്? താപം പുറത്ത് വിടുന്നുണ്ട്. അങ്ങനെ വിടുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മുടെ ഈ കെറോസിൻ കത്തുന്ന സമയത്ത്, വുഡ് കത്തുന്ന സമയത്തൊക്കെ നമുക്ക് ചൂട് ഫീൽ ചെയ്യാനുള്ള റീസൺ എന്താ? ആ ഫ്യൂവൽ കത്തുകയാണ്. കത്തുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? താപം അല്ലെങ്കിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു. Fuels are substances that generated heat when burned. Many material like wood, kerosene, LPG, petrol, diesel, coal ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ ഫ്യൂവൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. LPG ആയിക്കോട്ടെ, പെട്രോളിയം ആയിക്കോട്ടെ,
കെറോസിൻ ആയിക്കോട്ടെ, ഏത് സാധനം എടുത്താലും അതെന്താ മക്കളെ, ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വീടിന്റെ അടുത്ത് സ്റ്റവിന്റെ അടുത്തൊക്കെ പോയി നിൽക്കണ്ട, നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ചൂടടിക്കും അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ തൽക്കാലം ഇപ്പൊ പഠിക്കുക. ബാക്കി കാര്യങ്ങൾ ബാക്കി വരുന്ന വീഡിയോസിൽ നമുക്ക് അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ എന്റെ മക്കൾക്ക് എല്ലാവരും വൺസ് അഗെയിൻ എല്ലാവരും അടിപൊളിയായിട്ട് നല്ല മക്കളായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റട്ടെ. നല്ലൊരു വർഷം തന്നെ എന്റെ മക്കൾക്കാവട്ടെ. സോ ബൈ ഡിയേഴ്സ്, നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെയും ബൈ, സീ യു.